തമ്പ്രാമ്പടിക്കൽ ബി എന്ന റിസർവേ പ്രകാരം 250/2 സ്കെയിൽ എ കുത്ത് ബി കുത്ത് സ്ഥലം ഇല്ലിക്കൽ ഗോവിന്ദനും മക്കൾക്കും തീരാധാരം എഴുതിയിരിക്കുന്നു. മേപ്പടി 162 നമ്പർ പ്രകാരം ഉൾപ്പെട്ട സ്കെയിലിലെ 36 കുത്ത് 40 ഭാഗം ഗോവിന്ദന് അവകാശം കൊടുക്കുന്നതിൽ ഉപേക്ഷ വരുത്തേണ്ട. 112 മാസത്തില് ഉപേക്ഷ വരുത്തണ്ട എന്നേ ഉള്ളൂ. അപ്പൊ വേണമെങ്കിൽ ഉപേക്ഷ വരുത്താം. ഗൗതമൻ എന്തിനാ വാശി പിടിക്കുന്നത്? തനിക്ക് വരുന്നത് 34 ഓഹരിയാ. ആ ഓഹരിയാണെന്നും പറഞ്ഞ് എനിക്ക് മുറിച്ചു തന്ന കുറ്റിക്കാട്ടില് 146 കുറുക്കന്മാരാ താമസിക്കുന്നത്. ആർക്ക് വേണം അതൊക്കെ? ആ ഭാഗിച്ച് കിട്ടുന്ന സ്ഥലം വിറ്റ് ബാലേന്ദ്രന് ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞാണല്ലോ ഏടത്തി ഇവിടെ ചമ്പരം പടിഞ്ഞിരിക്കുന്നത്. അതെ, ആ ഇരുത്തം മാത്രമേ ഉണ്ടാവൂ. കണ്ണായ സ്ഥലം മുഴുവൻ ആ കുറുക്കം കൊണ്ടുപോകും. എനിക്ക് പുഴക്കരയിൽ ചുരുങ്ങിയത് 50 സെന്റ് സ്ഥലമെങ്കിലും കിട്ടണം. അതിൽ കുറഞ്ഞ ഒരു ഭാഗം വെപ്പിനും ഞാനില്ല. ഇല്ലെങ്കിൽ ഇറങ്ങി പോരാ. ബഹളം വെക്കണ്ടോ നാരായണനേരെ? പറയാനുള്ളവർ പറഞ്ഞോട്ടെ. ഇങ്ങനെയാണ് പറയുന്നത്. ഇവനെയൊക്കെ ഇവിടെ പിടിച്ചിരുത്തി ഇങ്ങനെ ഭാഗം വെക്കുന്ന പ്രശ്നം. കേസിന് പോട്ടെ എന്ന്. പോകണമെങ്കിൽ പോകും. എന്തായാലും നിങ്ങളെ കൊണ്ട് തീറ്റിക്കത്തില്ല. അത് ഞാൻ ഏറ്റു. മുത്തശ്ശി വിളിക്കുന്നു. എന്താ മുത്തശ്ശി? പൂമുഖത്ത് എന്തായി? അടി തുടങ്ങിയിട്ടില്ല. മധ്യസ്ഥത്തിനിരിക്കുന്ന വാര്യരുടെ കാര്യ കഷ്ടം. മോനെ ഓർത്തിട്ടാ ഞാനിതെല്ലാം സഹിക്കുന്നത്. നിന്റെ ജോലിക്കാര്യത്തിന് വേറെന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവരെയൊക്കെ എന്നെ പടിയടച്ച് പിണ്ണം വെച്ചേനെ. ഈ പണം കിട്ടിയാലും ഇനി എന്റെ ജോലി ശരിയാവും തോന്നുന്നില്ല. പണം കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. മോൻ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എത്ര വിഷമമുള്ളപ്പോഴും നീ സന്തോഷിച്ചേ ഞാൻ കണ്ടിട്ടുള്ളൂ. മോൻ വിഷമിക്കരുത്. കൊന്നോ? ഇതൊക്കെ വെറും നാടകമല്ലേ മുത്തശ്ശി? കൊല്ലണമെന്നുണ്ടെങ്കിൽ ഭാഗം കഴിഞ്ഞിട്ടേ കൊല്ലൂ. നിന്റെ കാരണവന്മാരുടെ ഭസ്മം കിടക്കുന്ന മണ്ണായത്. ഇവരിതില് ചോര വീഴ്ത്തുവോ കുട്ടി? മുത്തശ്ശി അതൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട. കുറച്ചു നേരം കണ്ണടച്ച് കിടക്ക്, ഞാൻ വീശിത്തരാം.